മെട്രിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പല വിധത്തിലുള്ള മെട്രിക്സുകളെയാണ്. മെട്രിസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്. ആദ്യത്തേത് കോളം മെട്രിക്സ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഒരു മെട്രിക്സിന് ഒരു കോളം മാത്രമേ ഉള്ളുവെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. ലെറ്റ് ക്യാപിറ്റൽ എ ബി എ മെട്രിക്സ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/1 ആണ്. 3 റോസും 1 കോളവും. സോ ദിസ് ഈസ് എ കോളം മെട്രിക്സ്. Similarly, we can consider another example. D is equal to, നമ്മൾ കോളം വൈസ് ആണ് വായിക്കുന്നത്, A, B, C, D. 4 റോസും ഉണ്ട്, ഒരു കോളവും ഉണ്ട്. So its order is 4/1. Therefore, this is also a column matrix. അപ്പോൾ എന്താണ് കോളം മെട്രിക്സ്? ഒറ്റ നിബന്ധനയേ ഉള്ളൂ, ഒരു മെട്രിക്സിൽ ഒരു കോളം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് എങ്ങനെ വേണമെങ്കിലും, എത്ര വേണമെങ്കിലും, ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും നമ്പർ ഓഫ് റോസ് ആയിട്ട് വരാമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോം പറയുവാണെങ്കിൽ ക്യാപിറ്റൽ A is equal to മെട്രിക്സ് Aij. നമ്മൾ കണ്ടതാണ്, Aij റെപ്രസെൻറ്റ് ജനറൽ എലമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെട്രിക്സ്, ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് എഴുതുവാണെങ്കിൽ അതിൽ കോളംസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം, റോസ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആകാം. സോ A is equal to മെട്രിക്സ് Aij. The order of the matrix must be m/n. Then that is a column matrix. അപ്പോൾ ഇനി അടുത്തത് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് പറഞ്ഞ് റോ മെട്രിക്സ് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് അധികം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. റോ മെട്രിക്സിൽ ഒരു റോ മാത്രമേ കാണുകയുള്ളൂ. ഒരു റോ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര കോളംസ് വേണമെങ്കിലും ആകാം. We can consider one example. B is equal to മെട്രിക്സ് 1, 2, 3. അപ്പോൾ ഇതിൽ ഒരു റോയേ ഉള്ളൂ, റോയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3. ഹൗ മെനി കോളംസ് ആർ ഹിയർ? ഇതിൻ്റെ അകത്ത് 3 കോളംസ് ഉണ്ട്. സോ ഓർഡർ ഓഫ് ദി മെട്രിക്സ് ഈസ് 1/3. Similarly, we can consider another one, E. Capital E is equal to മെട്രിക്സ് A, B, C, D, E. ഇതിലും ഒരു റോയേ ഉള്ളൂ, 5 കോളംസ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ഓർഡർ ഈസ് 1/5. എന്ന് പറഞ്ഞാൽ ഒരു റോ മെട്രിക്സിൻ്റെ ഓർഡർ പറയുമ്പോൾ എപ്പോഴും 1/, എന്ന് തുടങ്ങും. Therefore, in general, B is equal to matrix Bij and its order is 1/n. അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് സ്ക്വയർ മെട്രിക്സ്. അപ്പം നമ്മൾ മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് വിച്ച് ആർ അറേഞ്ച്ഡ് ആസ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഈ റോസും കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്ത ഒരു റെക്റ്റാങ്കുലർ അറേ ആണ് മെട്രിക്സ്. ആ മെട്രിക്സ് എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് ആകുന്നതെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവും. എപ്പോഴാണ് റെക്റ്റാങ്കിൾ സ്ക്വയർ ആകുന്നത്? അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആകുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ് ലെങ്ത്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ആണ് ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത്. സോ വെൻ എ റെക്റ്റാങ്കുലർ മെട്രിക്സ് ഓർ എ മെട്രിക്സ് in a matrix, if the number of rows is equal to number of columns, then that matrix is called a square matrix. So if a matrix whose order is m/n, then when it will become a square matrix? When m is equal to n. എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഈക്വൽ ആകുമ്പോൾ സ്ക്വയർ ആകുന്നു എന്ന് പറയുന്നത് പോലെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും തുല്യമാകുമ്പോൾ ഒരു മെട്രിക്സിനെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. We can consider one example. Capital A is equal to, നമ്മൾ റോ വൈസ് ആണ് മെട്രിക്സ് വായിക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9. നമുക്ക് കാണാം ഇവിടെ എത്ര റോസ് ആണുള്ളത്? 3 റോസ് ഉണ്ട്. ഹൗ മെനി കോളംസ് ആർ ഹിയർ? 3 കോളംസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എഴുതുമ്പോൾ നമ്മൾ 3/3 എന്ന് എഴുതേണ്ട കാര്യമില്ല. We will write this as it is a square matrix of order 3. In general, capital A is equal to matrix Aij. അപ്പോൾ അതിൻ്റെ ഓർഡർ പറയുമ്പം സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ m/m ആവും, അതല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം n/n ആവും. എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആകുകയും അതൊരു സ്ക്വയർ മെട്രിക്സ് ആകുകയും ചെയ്യുകയാണെങ്കിൽ you can find that m is equal to n. അടുത്തത് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ്, ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കറിയാം, ഇറ്റ് ഈസ് n/n.
സോ n റോസ് ആൻഡ് n കോളംസ്. ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുക A11, A22, A33 എക്സെട്ര ANN. A11, A22, A33, അടുത്താവും എന്താവും A44 എക്സെട്ര ANN. ഇവയെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. ഇങ്ങനൊരു ഡയഗണൽ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ ആ ഡയഗണൽ അല്ല, വി വിൽ കൺസിഡർ ദിസ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, if A is equal to matrix Aij is a square matrix of order n, then the elements A11, A22, A33, etc. ANN are called diagonal elements. Consider A is equal to matrix 1, 2, 3, 4, 5, 6, 7, 8, 9. So the diagonal elements are, as you know, the diagonal elements are 1, 5 and 9. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കാര്യം, ദാറ്റ് മസ്റ്റ് ബി എ സ്ക്വയർ മെട്രിക്സ്. സോ ഇഫ് ഇൻ എ സ്ക്വയർ മെട്രിക്സ് all the non-diagonal elements are 0. See, if in a square matrix all the non-diagonal elements are 0, then that is a diagonal matrix. അപ്പം A is equal to, ഇത് 1 by 1 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ 1 by 1 ആണ്, അല്ല ഇറ്റ് ഈസ് ഓഫ് ഓർഡർ 1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സുമാണ്. Then come to the second one. ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. B is equal to, B is a matrix of order 2, square matrix of order 2. The diagonal elements, ഇതിൻ്റെ diagonal elements ഏതൊക്കെയാണ്? 1ഉം 3ഉം. What about all other elements? The non-diagonal elements are 0. Therefore, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, കൂടാതെ ഇതൊരു ഡയഗണൽ മെട്രിക്സും കൂടെയാണ്. Coming to the third example, C. It is a matrix of order 3, square matrix of order 3. Then, which are the diagonal elements? 1, 5 and -7 or -7. So, we can see that all other elements other than diagonal elements are zeros. Therefore, this is also a diagonal matrix. അപ്പോൾ എന്താവും ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ, in general, B is equal to Bij, matrix Bij is said to be a diagonal matrix. ഡയഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ നമുക്കറിയാം ഡയഗണൽ എലമെൻറ്റ്സിൽ റോസും കോളംസും തുല്യമായിരിക്കും. സോ B11, B22, B33 ഇങ്ങനെ വരുന്നതൊക്കെ നോൺ സീറോ നമ്പേഴ്സും I Jക്ക് ഈക്വൽ ആകാത്ത സ്ഥലത്തെല്ലാം നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? They are all zeros. Such a matrix is said to be a diagonal matrix. എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഒരു ഡയഗണൽ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതർ ദാൻ ദാറ്റ് ഓൾ ദ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ഇനി അടുത്തത് ഒരു സ്കെയിലാർ മെട്രിക്സ്. സോ വാട്ട് ഈസ് എ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ആ സ്ക്വയർ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആവും. ആ ഡയഗണൽ മെട്രിക്സിലെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും ഈക്വൽ ആയി തീരുവാണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. സോ വി ക്യാൻ സി P is equal to, ഇത് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1, ഇറ്റ് ഈസ് എ സ്കെയിലാർ മെട്രിക്സ്. ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. Now coming to a matrix of order 2. So Q is a square matrix. So we will say that its order is 2. Then what about the diagonal elements? The two diagonal elements present here are -1. -1 here it is also A11 elementum -1 ആണ്, A22 elementum -1 ആണ്. So this is a scalar matrix. Similarly come to matrix R. Matrix R നോക്കുക. ഇതിൻ്റെ അകത്ത് A11 elementum, A22 elementum, A33 elementum. That means the diagonal elements, all the diagonal elements are equal to √2. Therefore, this is also a scalar matrix. അപ്പോൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, അത് കഴിഞ്ഞ് അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും,
അതും കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു ബി ഐ ജെ ഈസ് ഓഫ് ഓർഡർ എം ബൈ എം ആണെങ്കിൽ and if bij is equal to 0 when I not equal to j, അതായത് b1 2 എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും, കാരണം I not equal to j. അതേസമയം b11 എന്ന് പറഞ്ഞാൽ അത് ഒരു എലമെന്റ്, ലെറ്റ് ഇറ്റ് ഈസ് k. b22 എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെ ആയിരിക്കും, k ആയിരിക്കും. പക്ഷേ b35 എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ such a matrix is said to be a scalar matrix. ഇനി ഇപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ വരുവാണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ആ സ്കെയിലാർ മെട്രിക്സ് ആണ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ എന്തായിരുന്നു സ്കെയിലാർ മെട്രിക്സ്? ഒരു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ ആ സ്കെയിലാർ മെട്രിക്സിലെ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതർ ദാൻ ദാറ്റ്, ഇഫ് all the diagonal elements are equal to 1, all the diagonal elements are 1, then that matrix is said to be an identity matrix or unit matrix എന്നൊക്കെ പറയും. It's very important, unit matrix. Then what about that? We can see some examples. See, ഇതൊരു യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 ആണ്. This is an identity matrix of order 2 ആണ്. It is an identity matrix of order 3 ആണ്. അപ്പോൾ ഇനി അടുത്തത് സീറോ മെട്രിക്സ്. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സിനെ കുറിച്ച് ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റും. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ നമ്മൾ സാഹചര്യം അനുസരിച്ച് നമ്മളത് ഐ എന്നാണ് അതിൻ്റെ നൊട്ടേഷൻ. ഇഫ് it is of order 1, we will write that as I1. If it is of order 2, we will write that as I2. ഇങ്ങനെ, or in general we can say that IN is an identity matrix of order n എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും, അതൊരു സ്കെയിലാർ മെട്രിക്സ് ആയിരിക്കും. ആ സ്കെയിലാർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒന്നായിരിക്കും, 1. ഇറ്റ് വിൽ ബി 1. നെക്സ്റ്റ് ഈസ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സിനെ കുറിച്ച് പറയുമ്പം നമ്മൾ അത് സ്ക്വയർ മെട്രിക്സ് ആണെന്നൊന്നും പറയുന്നില്ല. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഓൾ ദി എലമെൻറ്റ്സ് ആർ സീറോ, എല്ലാ എലമെൻറ്റ്സും സീറോ ആണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. ദിസ് ഈസ് എ സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 1. വാട്ട് അബൌട്ട് ദിസ് വൺ? ദിസ് ഈസ് എ സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ, എത്ര റോ ഉണ്ട്? 1 റോയും 2 കോളംസും ഉണ്ട്. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 1/2. വാട്ട് അബൌട്ട് ദിസ് വൺ? ദിസ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. സോ ഇറ്റ് ഈസ് ഓഫ് ഓർഡർ 2 റോസും ഉണ്ട്, 2 കോളംസും ഉണ്ട്. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 2. Similarly, what about this one? 1 row and 3 columns. So its order is 2/3. ഇതൊക്കെ സീറോ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഇനി സീറോ മെട്രിക്സസ് എന്നുള്ളതിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് O എന്ന സിമ്പിൾ ഉപയോഗിച്ചാണ്. കുറച്ച് കറപ്പിച്ചങ്ങ് എഴുതണം. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ O ആൻഡ് ഇറ്റ്സ് ഓർഡർ. ഈ സീറോ മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞതുപോലെ സാന്ദർഭികമായിട്ട് നമ്മുടെ പ്രോബ്ലത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ സീറോ മെട്രിക്സിൻ്റെ ഓർഡറും നമ്മൾ സ്വീകരിക്കാറുള്ളത്. അത് നിങ്ങൾ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് ഇക്വാളിറ്റി ഓഫ് 2 മെട്രിസസ്. 2 മെട്രിസസ് ഈക്വൽ ആണെന്ന് പറയാനുള്ള എപ്പോഴൊക്കെയാണ് നമുക്ക് 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുക. അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൺസെപ്റ്റിലേക്ക് പോകാം. ഇഫ് വി ക്യാൻ സി ഹിയർ one matrix, we can say that if it is A is equal to matrix 2 3 negative 5 7. ഇതിന് ഈക്വൽ ആയിട്ടൊരു മെട്രിക്സ് എഴുതുക എന്ന് പറഞ്ഞാൽ ലെറ്റ് ദാറ്റ് മെട്രിക്സ് ബി ബി, ആ മെട്രിക്സ് ബി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് എഴുതുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തുല്യമാകുക. എല്ലാ അർത്ഥത്തിലും തുല്യമാകുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെ തന്നെ ആകണം? 2 3 -5 7. ഇതാണ് 2 മെട്രിക്സ് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ. അതായത് ആ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് തന്നെ ഒന്നുകൂടെ അതേ ഓർഡറിൽ, അതിൻ്റെ പൊസിഷൻ ഒന്നും മാറുന്നില്ല, അതിൻ്റെ നമ്പർ ഓഫ് റോസ് മാറുന്നില്ല, നമ്പർ ഓഫ് കോളംസ് മാറുന്നില്ല. എല്ലാ അർത്ഥത്തിലും തുല്യമായിട്ടുള്ള 2 മെട്രിസസിനെയാണ് ഈക്വൽ മെട്രിസസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിന് എന്തൊക്കെയായിരിക്കാമുള്ളത്? അതിൻ്റെ ഓർഡർ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ 2 മെട്രിസസ് ഈക്വൽ ആണോ എന്നൊരു ചോദ്യം നമുക്കുണ്ടായാൽ അതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആണ്, പിന്നെ ഒന്നും നോക്കണ്ട, ദേ ആർ നോട്ട് ഈക്വൽ. ഇനി അഥവാ ഓർഡർ തുല്യമായിട്ട് വന്നാൽ പിന്നെ നമ്മൾ എന്ത് പരിശോധിക്കും? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. ഇപ്പോൾ A11 എലമെൻറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കുക, A12 എലമെൻറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കുക, A21 എലമെൻറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കുക. ഈ രീതിയിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ.
ദാറ്റ് ഈസ് ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കൺസിഡർ എ ഈസ് ഈക്വൽ ടു എ ഐ ജെ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബി ഐ ജെ. അതിൻ്റെ രണ്ടിൻ്റെ ഓർഡർ നമ്മളിപ്പോൾ പറയുന്നില്ല. ഇഫ് എ അപ്പം അങ്ങനെ രണ്ട് മെട്രിക്സും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താവണം ആദ്യം? ഇഫ് എ ഈസ് ഈക്വൽ ടു ബി, എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഓഫ് സെയിം ഓർഡർ. അപ്പോൾ എയുടെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും ബിയുടെ ഓർഡറും എന്തായിരിക്കണം? എം ബൈ എൻ ആയിരിക്കണം. ആൻഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എ ഐ ജെ മസ്റ്റ് ബി ഈക്വൽ ടു ബി ഐ ജെ ഫോർ ഓൾ ഐ ആൻഡ് ജെ. അതാണ് ഈക്വാളിറ്റി ഓഫ് ടു മെട്രിസസ് എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത കണക്കിലേക്ക് വരാം. ഫൈൻഡ് എക്സ് വൈ ആൻഡ് ഇസഡ് ഇഫ് മെട്രിക്സ് എക്സ് പ്ലസ് വൈ 2 5 പ്ലസ് ഇസഡ് എക്സ് വൈ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 6 2 5 8. ദിസ് കറസ്പോണ്ട് അപ്പം ഇങ്ങനെ രണ്ട് മെട്രിസസ് തന്നിരുന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രണ്ട് മെട്രിസസും ഈക്വൽ തന്നിരിക്കുന്നത് കൊണ്ട് ഇവ രണ്ടും ഒരേ ഓർഡറിലുള്ളതാണ്. രണ്ടും സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് അവയുടെ ഓർഡർ 2 ആണ് എന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത്? അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് വി ഹാവ് 3 ഇക്വേഷൻസ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൺ എലമെൻറ്റ് രണ്ട് മെട്രിസസിൻ്റെയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6. ദെൻ 1/2 എലമെൻറ്റ് രണ്ടിൻ്റെയും 2 ആയതുകൊണ്ട് അത് പിന്നെയും എഴുതേണ്ടതില്ല. ഇനി 2/1 എലമെൻറ്റ് രണ്ട് മെട്രിസസിൻ്റെയും ഈക്വൽ ആയതുകൊണ്ട് വി ഹാവ് സെക്കൻഡ് ഇക്വേഷൻ ആസ് 5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5. ആൻഡ് 2/2 എലമെൻറ്റ് രണ്ട് മെട്രിസസിൻ്റെയും 2/2 എലമെൻറ്റ് ഈക്വൽ ആയതുകൊണ്ട് വി ഹാവ് അനദർ ഇക്വേഷൻ ദാറ്റ് ഈസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 8. കൺസിഡറിങ് ദീസ് 3 ഇക്വേഷൻസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ആദ്യം സോൾവ് ചെയ്തെടുക്കാവുന്നത് since 5 plus z is equal to 5, what is z? Z is equal to 5 minus 5, that is equal to 0. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. z is equal to 0 എന്ന് കിട്ടി. ഇനി നമുക്കുള്ളത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 ആണ്, എക്സ് വൈ ഈസ് ഈക്വൽ ടു 8 ആണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 6 ആണ്, പോസിറ്റീവ് 6 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് 8 ആണ്. നമുക്കതറിയാം. എക്സ് ആൻഡ് വൈ ക്യാൻ ബി, എക്സ് ഒന്നെങ്കിൽ 2 ആകാം, എക്സ് 2 ആയാൽ വൈ എന്ന് പറയുന്നത് 4 ആവും. അതല്ലെങ്കിൽ എക്സ് 4 ആവാം, എക്സ് 4 ആയാൽ വൈ എന്ന് പറയുന്നത് 2 ആവും. അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് 2 സെറ്റ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് വാല്യൂസിനെ ഒരു സെറ്റായിട്ട് കണക്കിലെടുത്താൽ ഒന്നാമത്തെ സെറ്റിൽ ഉൾപ്പെടുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 2, y is equal to 4 and what about z? Z രണ്ടിടത്തും സെയിം ആണ്. z is equal to 0. Similarly, the second set is x is equal to 4, y is equal to 2 and z is equal to 0. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? പലതരത്തിലുള്ള മെട്രിസസ് എന്താണെന്ന് കണ്ടു. രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക എന്നും കണ്ടു. അത് മനസ്സിലാക്കാനായിട്ട് രണ്ട് എക്സാമ്പിളും കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി മുതൽ എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് പറഞ്ഞൊക്കെ പ്രോബ്ലം പറയും. അപ്പോൾ അതനുസരിച്ച് നോട്ട്ബുക്കിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അടുത്ത ക്ലാസ്സിൽ തൊട്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുക. പേനയും ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ സംശയങ്ങൾ അയച്ചു തന്നാൽ അത് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കുകളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഹോംവർക്ക് ആദ്യത്തേത് പേജ് നമ്പർ 63 എക്സസൈസ് 4ഉം 5ഉം, എക്സസൈസ് അല്ല എക്സാമ്പിൾസ് 4ഉം 5ഉം, പിന്നെ പേജ് നമ്പർ 65 എക്സസൈസ് 8, 9 ആൻഡ് 10. താങ്ക് യു.